പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിരുന്ന ആൽബിനോ ഗോമസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ് ഓട്ടത്തിന് ശേഷം താരം പിന്നീട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഐ ലീഗിലായിരുന്നു. ചർച്ചിൽ ബ്രദേഴ്സ്, ശ്രീനിധി ഡക്കാൻ പോലത്തെ ഐ ലീഗ് ടീമുകൾക്ക് വേണ്ടിയായിരുന്നു ആൽബിനോ ഗോമസ് കളിച്ചിരുന്നത്. അങ്ങനെ ഇപ്പോൾ ആൽബിനോ ഗോമസ് തിരികെ ISLലേക്ക് മടങ്ങിയെത്തുകയാണ്. ആൽബിനോ ഗോമസിനെ ISLിലെ തന്നെ ടീമായിട്ടുള്ള ജംഷഡ്പൂർ FC ആണ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജംഷഡ്പൂർ FC മികച്ചൊരു സൈനിങ് തന്നെയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നിലവിൽ ഇതിനോടകം തന്നെ അവരുടെ ടീമിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആയിരുന്ന TP രഹനേഷും ഉണ്ട്. അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മോഹൻ ബഗാൻ ടീമിലെ സൂപ്പർ താരമായിട്ടുള്ള അൻവർ അലി ഒരുപക്ഷെ മോഹൻ ബഗാൻ ക്ലബ്ബ് വിടാൻ ചാൻസ് ഉണ്ട്. നിലവിൽ പുറത്തു വന്നുള്ള വാർത്ത അനുസരിച്ച് മോഹൻ ബഗാൻ ടീമും അതുപോലെ തന്നെ അൻവർ അലിയുടെ ഏജന്റും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നതാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ക്ലബിന് അനുവദിക്കാൻ സാധിക്കില്ല എന്നും ഒരു പ്ലെയറും ടീമിനേക്കാൾ വലുതല്ല എന്നൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ അൻവർ അലിയുടെ ഏജന്റും അതുപോലെ തന്നെ മോഹൻ ബഗാൻ ക്ലബും തമ്മിൽ തർക്കത്തിലാണ് എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മറൈനേഴ്സ് അറിഞ്ഞ എന്നൊരു പേജാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള ജോഷു സുറ്റീരിയും അതുപോലെ തന്നെ കോമി പെപ്പറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ രണ്ട് താരങ്ങളിൽ ആര് ടീമിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. ഇപ്പോൾ IFT ന്യൂസ് മീഡിയ താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ജോഷു സുറ്റീരിയുടെ കാര്യത്തിലും പെപ്പറയുടെ കാര്യത്തിലും ഉടനെ തന്നെ ഒരു ഡിസിഷൻ എടുത്തേക്കും. ഈ താരങ്ങളുടെ പ്രീ സീസണിലെയും ഡ്യൂറന്റ് കപ്പിലെയും ഒക്കെ പ്രകടനം നിർണായകമായിരിക്കും. അതെല്ലാം വിലയിരുത്തിയതിനു ശേഷമായിരിക്കും കോച്ച് ഒരു ഡിസിഷൻ എടുത്തേക്കുക. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഡിസിഷനൊന്നും എടുത്തിട്ടില്ല. ഒരുപക്ഷെ ഡ്യൂറന്റ് കപ്പിന് ശേഷമായിരിക്കും ഈ താരങ്ങളുടെ കാര്യത്തിൽ ക്ലബ്ബ് ഒരു ഡിസിഷൻ എടുത്തേക്കുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.